Mitra Driving School. Drive with confidence. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ പക്ഷേ അങ്ങേറ്റം കാണുന്നത് A4 ആക്സിലേറ്റർ, രണ്ടാമത് കാണുന്ന ബ്രേക്ക്, മൂന്നാമത് ക്ലച്ച്. A4 ആക്സിലേറ്റർ, B4 ബ്രേക്ക്, C ക്ലച്ച്. അപ്പോൾ വലത്തെ കാല് കൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും മാറി മറിച്ച് വലത്തെ കാല് ഇടത്തെ കാല് ക്ലച്ചുള്ളതാണ്. അപ്പോൾ വലത്തെ കാല് ആക്സിലേറ്ററും ബ്രേക്കും മാറി മാറി ചവിട്ടണം. ആക്സിലേറ്ററും ബ്രേക്കും ഒരു കാല് കൊണ്ട് ആക്സിലേറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചവിട്ടുക. ഇടത്തെ കാലെടുത്ത് ക്ലച്ച് ചവിട്ടുക, ഇടത്തെ കാല് ക്ലച്ച് ചവിട്ടുക കേട്ടോ. ക്ലച്ചിനുള്ളതാണ്. ഒരു കാരണവശാലും ആക്സിലേറ്റർ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തെ കാല് ചുമ്മാ ഇരിക്കണം, അടുത്ത് ബ്രേക്ക് ചവിട്ടരുത്. ഓക്കെ. ഇനി നമ്മൾ ഇതൊരു ക്ലോക്കിൻ്റെ ഡയലായിട്ട് കണക്കാക്കുക. 9, 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 എന്നുള്ള രീതിയാണ് കൈ പിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇടത്തെ കൈ ഇവിടെ 10ൻ്റെ സ്ഥാനത്തും വലത്തെ കൈ 2ൻ്റെ സ്ഥാനത്തും. തന്തവല്ല് ഇങ്ങനെ ഇരുന്നിട്ട് തന്തവല്ല് മേളിൽ വരണം. കാരണം എന്താണെന്ന് അങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ കൈ മുറുക്കി നോക്കി ശരിക്കും മുറുകണ്ട കൈ മുറുകണ്ട്. എന്നാൽ ഈ കൈ ഇങ്ങനെ വരൽ വെച്ചിങ്ങനെ മുറുക്കി അത്ര മുറുകോ ഇല്ല. അപ്പോൾ സ്റ്റിയറിംഗ് മുറുകിപ്പായിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ വെച്ചാൽ പുൾ ആൻഡ് പുഷാ ഡ്രൈവിങ്. ഒരു കൈ കൊണ്ട് പുള്ളി ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് വലിക്കുന്നു. എന്നുവെച്ചാൽ ഒന്ന് തള്ളി കൊടുക്കുന്നു, ഒന്ന് വലിക്കുന്നു. അപ്പോൾ ഈ കൈ ഇവിടം വരെ വരാവുള്ളൂ, ഇങ്ങോട്ട് പോകുന്ന ഇവിടം വരെ, ഇങ്ങോട്ട് പോയി ഇവിടം വരെ. ഈ കൈ ഇങ്ങോട്ട് പോയി ഇവിടം വരെ പിണച്ച് കിട്ടാൻ പാടില്ല. കൈ ഇതിനകത്ത് ടൈറ്റ് ആകുമ്പോഴുള്ള ഫ്രീ ഹാൻഡായിട്ട് ആയിരിക്കണം നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. എപ്പോഴും ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഈ ആംഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് സെറ്റ് ചെയ്തേക്കുന്നതിനാണ് 10 രീതിയിലാണ്. അപ്പോൾ ഇതായാലും നമ്മൾ വണ്ടിയെ നിയന്ത്രിക്കുന്ന ദിശ നിയന്ത്രിക്കുന്ന ഘടകം സ്റ്റിയറിംഗ്. ഗിയർ ലിവർ ഇത് നമ്മൾ സെൻട്രൽ ന്യൂട്രൽ. ഈ ലൈൻ ന്യൂട്രൽ ലൈനാണ്. ഇത് എങ്ങനെ കറക്കി വിട്ടാലും സെൻട്രലിൽ നിൽക്കുള്ളൂ. നേരെ ഫ്രണ്ടിലേക്ക് ഇട്ടാൽ 3rd, ന്യൂട്രൽ 4th. അതേ സാധനം ഇങ്ങോട്ട് പിടിച്ചാൽ 1st, 2nd, ഇങ്ങോട്ട് പിടിച്ചാൽ 5th റിവേഴ്സാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എങ്ങനെ ഗിയർ ലിവർ കറക്കി വിട്ടാലും 3ൻ്റെയും 4ത്തിൻ്റെയും സെൻട്രലിൽ നിൽക്കുള്ളൂ. അപ്പോൾ കൈ പിടിക്കുമ്പോൾ ഈ സൈഡിലേക്ക് മാറ്റി 1st ഇടണം, അതേ സൈഡ് വഴി 2nd, ന്യൂട്രൽ ആക്കുക. കൈ അല്പം ലൂസ് ചെയ്യാൻ നേരെ നിൽക്കും. 3rd, സെൻട്രൽ, ന്യൂട്രൽ, 4th. എല്ലാ ഗിയറിലേക്ക് പോകുന്നതും ന്യൂട്രൽ വന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തറിയാൻ പറ്റും, നമുക്ക് ഏത് ഗിയറിലേക്ക് ഇടാം. ഫസ്റ്റ് ചെയ്യുന്നിടത്ത് ന്യൂട്രൽ വന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ 2 സ്റ്റെപ്പായിട്ട് വലിയ കൊടുക്കരുത്. ഈ സൈഡിലേക്ക് പിടിച്ചാൽ 1st ഇടണം. ഇനി കൈ പിടിച്ച് ഇട്ട് തരാം. കൈ പിടിക്കുക. ഇങ്ങോട്ട് പിടിച്ചിട്ട് മുകളിലേക്ക് തള്ളിയിടുക 1st. ഈ കൈ ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ 2nd, കൈ നേരെയാക്കുക. 3rd, നേരെ വലിച്ചാൽ 4th. കൈ ന്യൂട്രാക്കിയിട്ട് അങ്ങോട്ട് കൈ തിരിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് അത് റിവേഴ്സ്. അപ്പോൾ കൈയുടെ പൊസിഷൻ 1st, 2nd, 3rd, 4th കാര്യം കൊണ്ട് കറക്റ്റ് ആയിക്കോളും. എന്നിട്ട് വെച്ച് വഴി 1st ഇങ്ങോട്ട്, 1st 2nd താഴെ, ന്യൂട്രാക്കിയിട്ട് മുകളിൽ ഫ്രണ്ടിലേക്ക് 4th ഇങ്ങേറ്റ് പിടിച്ച് റിവേഴ്സ്. ഇത്രയും കാര്യം ഓർത്തിരിക്കണം. ഓക്കെ, അത് 1st ഇടുക. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഹാൻഡ് ബ്രേക്കാണ്. ഈ ലിവർ വലിക്കാൻ നേരത്തിന് താഴെ ഇട്ടിട്ട് ചുമ്മാ വലിച്ചാൽ മതി, ഞെക്കി വലിക്കരുത് ഒരു കാരണവശാലും. അപ്പോൾ ലോക്ക് കൃത്യമായിട്ട് വീഴില്ല. ആ സമയം താത്തിയത് താഴില്ല. താഴെങ്കിൽ ഞെക്കിയിട്ട് ആ വാഹനം നിർത്തിയിട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വലിച്ചു വെക്കുക. വണ്ടി എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരത്ത് ഇവിടെ പിടിച്ച് ഞെക്കുക, താഴത്തേക്ക് ഇടുക. ഇത്രയും കാര്യം ശ്രദ്ധിക്കണം. പക്ഷേ ഒരു സംശയം, ഇപ്പൊ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നുപോയി സംഭവിക്കും. ഏതെങ്കിലും കൊച്ചുങ്ങൾ നമ്മൾ ഗിയറിലിട്ടാണ് വണ്ടി പോകുന്നത്. ഏതെങ്കിലും കുട്ടികൾ അതിൻ്റെ ഗിയർ ന്യൂട്രാക്കിയാൽ വണ്ടി പുറകോട്ട് പോകും. ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ന്യൂട്രാക്കിയാൽ വണ്ടി പോകില്ല. ഇതാണ് കാരണം. ഇതുണ്ടോ, ഇത് ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന വണ്ടി, ഹാൻഡ് ബ്രേക്ക് ഇല്ല, വണ്ടി പോകുന്നില്ലല്ലോ. ഉണ്ട്, ക്ലച്ച് ഓടി പിടിച്ചേക്കാതെ പിന്നെ എങ്ങനെ വണ്ടി പോകണം? ക്ലച്ചിന് കാലിക്ക് വണ്ടി പോവില്ല. ആ സൈഡ് ന്യൂട്രാക്കിയിട്ടാലോ വണ്ടി പുറകോട്ട് പോകും. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുവാണെങ്കിൽ വണ്ടി പോവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കയറി ഇരുന്നിട്ട് അറിയാതെ ഗിയറെ പിടിച്ച് തട്ടുപൊട്ടി കഴിഞ്ഞാലും വണ്ടി പുറകോട്ട് പോകരുത്. ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ വണ്ടി പുറകോട്ട് പോകരുത്. ഇത് സേഫ്റ്റി പ്രിക്കോഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ഇനി ഇതിനകത്ത് സ്റ്റിയറിംഗ് കഴിഞ്ഞു. ഈ സൈഡിൽ ഒരു ലിവർ ഇരിപ്പുണ്ട്. ഈ ലിവർ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലാഷ് അടിക്കാൻ വാട്ടർ വിൻഡ് സ്ക്രീനിൽ ഒന്ന് ഞെക്കി വിട്ട് കഴിഞ്ഞാൽ താക്കോലൊന്ന് ഓൺ ചെയ്തേ. ആ താക്കോൽ ജസ്റ്റ് ഒന്ന് താക്കോൽ ഓൺ ചെയ്തിട്ടാൽ മതി. ഇങ്ങനെ ഞെക്കി വിട്ടാൽ വേണ്ടോ വാട്ടറും വരും, വൈപ്പർ ഒരു റൗണ്ട് പോയിട്ട് തിരിച്ചു വരും. ഒരു സെക്ഷൻ താഴ്ത്തി കേട്ടാൽ വൈപ്പർ നോർമൽ സ്പീഡിൽ കറങ്ങും. ഒന്നോടെ ഇട്ടാൽ സ്പീഡിൽ കറങ്ങി ഓടിക്കും. അപ്പോൾ നമ്മളേ സമയത്ത് വെള്ളം കൂടി അടിച്ചു പോകണം, അല്ലെങ്കിൽ ഗ്യാസുകളിൽ ചെളി പോവില്ല. ഇതൊന്ന് ചെക്കി വിട്ടാൽ മതി. ഇതാണ് വൈപ്പർ. അങ്ങനെ സൈഡിലുള്ള ലിവർ നേരെ ഫ്രണ്ടിലേക്ക് ഇട്ടാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് തെളിയുന്നുണ്ട്. ആണല്ലോ. ഇനി താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക് ഇടണം. ഇതാണ്
ഇൻഡിക്കേറ്റർ ഇതേ ലിവർ തന്നെ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് തെളിയും ഒന്ന്, രണ്ടാമത് തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് തെളിയും. അതിനുശേഷം ഡിം ആൻഡ് ബ്രൈറ്റ് എന്ന് പറയുന്നതാണ്. ഇപ്പം നീല ലൈറ്റ് കണ്ടോ, അത് ബ്രൈറ്റ് ആണ്. നിങ്ങൾ മുകളിലേക്ക് ഇടുമ്പോൾ അത് കെട്ടു, അപ്പോൾ ഡിമ്മാണ്. ഒരു വാഹനം എതിരെ വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റ് വെട്ടം നമ്മുടെ മുഖത്തടിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിം അടിക്കണം. അതാണ് അതിൻ്റെ ഒരു റോഡ് മര്യാദ എന്ന് പറയുന്നത്. അതിനുശേഷം വണ്ടി നമ്മൾ പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ബ്രൈറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോഴേ, അല്ലെങ്കിൽ അവർക്ക് റോഡ് കാണാൻ പറ്റില്ല. നമ്മൾ ബ്രൈറ്റ് എപ്പോഴും അത് റോഡ് മര്യാദയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ വരുന്ന വാഹനം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ രാത്രി ആഴങ്ങളിലാണെങ്കിൽ ഡിമ്മും ബ്രൈറ്റും അടിച്ച് വാഹനം ഓടിക്കണം. ഓക്കെ, കാര്യം കഴിഞ്ഞല്ലോ. ഈ വണ്ടി താക്കോല് ഓഫ് ചെയ്തേ, താക്കോലൊന്ന് ഓൺ ചെയ്തേ. ഓൺ ചെയ്യുമ്പോൾ കുറേ ലൈറ്റിനകത്ത് കെടും, തെളിഞ്ഞു. 2 ലൈറ്റ് കെടും. കെട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാവുള്ളൂ. ഈ ലൈറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഓയിലിൻ്റെ, ഒന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെ, ഒന്ന് വാഹനത്തെ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ, ഒന്ന് ബാറ്ററിയുടെ, ഒന്ന് ലോക്ക്. ഇത്രയും സാധനങ്ങളാണ് കാണുന്നത്. അത് ശ്രദ്ധിച്ച് എന്തൊക്കെയാണ് ലൈറ്റ് എന്നുള്ളത്. ഏതെങ്കിലും വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടന്നാൽ അത് എന്തായിരിക്കും, വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും. വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റും കിട്ടുപോകും. ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരികെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി താക്കോലൊന്നും തിരികെ മതി. കണ്ടോ, ഇപ്പോൾ ഇനി ഒരു ലൈറ്റ് മാത്രം കിടാനുണ്ട്. അത് ഹാൻഡ് ബ്രേക്കിന് ലൈറ്റാണ്. കണ്ടോ, ഹാൻഡ് ബ്രേക്കിന് എടുത്ത് കഴിയുമ്പോൾ ലൈറ്റ് കിടും. ഇനി വേണം വാഹനം ഓടിക്കാൻ. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. ഇനി താക്കോൽ ഓഫ് ചെയ്യുക. ഇത് സ്പീഡോമീറ്റർ ആണ്, അല്ലെങ്കിൽ ഓഡോമീറ്റർ നമ്മൾ പറയും. 20 കിലോമീറ്റർ, 40, 80 അങ്ങനെ 100 എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട്, 180 വരെ കാണിക്കുന്നുണ്ട് അല്ലേ. താക്കോലൊന്ന് ഓൺ ചെയ്യും. ഈ ഒരു ലിവർ ഇരിക്കാനുണ്ടോ ഇതിനകത്ത്, അത് എന്തിനാണെന്നറിയാവോ? അറിയില്ല. ആ താക്കോൽ ഓൺ ചെയ്തേ, മതി. ഓൺ ചെയ്തിട്ട് അതൊന്ന് ഞെക്കിക്കത്തിൽ ഞെക്ക് കൊടുത്തുള്ള ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് മാറും. ആ ഞെക്ക് ഇതാണ്ടോ, ഇവിടെ മാറിയില്ലേ, മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രിപ്പ് സെറ്റ് ചെയ്യാനും ടോട്ടൽ കണ്ട് എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞെക്കുന്ന ആ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്ന സെറ്റ് സ്ക്രൂ ആണത്. അതിന് സെറ്റ് ലീവാണ്. അത് ഓർത്തിരിക്കണം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഒരു മറ്റൊരു ഹസാർഡ് ലൈറ്റിൻ്റെ ലൈറ്റാണ്. ഇതൊന്ന് ഞെക്കി വിട്ട് കഴിഞ്ഞാൽ 4 സൈഡിലും ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കും. 2 സൈഡിലെ ഇൻഡിക്കേറ്റർ ബാക്കും ഫ്രണ്ടും എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ജംഗ്ഷനിൽ പോകുമ്പോൾ നേരെ പോകാനിട്ടുള്ളതാണ്. സത്യത്തിൽ അതല്ല. നമുക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് പ്ലേസിൽ വാഹനത്തിന് പരിക്കോ പറ്റോ, വാഹനം എന്തെങ്കിലും മെക്കാനിക്കൽ ഡിഫക്റ്റ് വരുമ്പോൾ നിർത്താൻ പാടില്ല സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഹസാർഡ് ലൈറ്റാണ്, വാണിംഗ് ലൈറ്റാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കണം, വാഹനത്തിന് അപകടപ്പെട്ട് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ വാഹനം ചലിക്കുന്ന അവസ്ഥയിലല്ല. പക്ഷേ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് വളവിലോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് പാർക്കിംഗ് പ്ലേസിലായിരിക്കും എന്നുള്ളത് നമ്മൾ ഓർത്തോണം എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് എ സിയുടെ നോബ്സാണ്. ഇത് തണുപ്പ് എടുക്കാൻ, ഇത് ചൂടിടാൻ, ഇത് എ സിയുടെ സ്വിച്ച്, ഇത് ഫാൻ വർക്ക് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ഏത് ഭാഗത്ത് കാറ്റ് വേണം എന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണ്. ചേഞ്ചിങ് നോബ്സാണ്. ഇപ്പോൾ താഴത്തെ കാലിലേക്ക് വരും, ചെസ്റ്റിൽ വരും. വൈപ്പറയിൽ നമുക്ക് ഫ്രണ്ടിൽ ഫോഗ് ഉണ്ടെങ്കിൽ ഇത് വൈപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ എയർ അവിടെ അടിക്കുമ്പോൾ വൈപ്പറിൽ നിന്നും ഫോഗെല്ലാം പൊക്കോളും. ഇതാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വാഹനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക ഘട്ടങ്ങൾ. ഈ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ വണ്ടിയുടെ റോഡ് മര്യാദ നമ്മൾ പാലിക്കണം കൃത്യമായിട്ടും. റോഡിൻ്റെ ഇത് വിൻഡ് സ്ക്രീൻ എന്നാണ് പറയുന്നത്. ഈ വിൻഡ് സ്ക്രീൻ കാണുന്ന സർവ്വ കാഴ്ചകൾ നമ്മൾ ദൃഷ്ടിയിൽ വരണം. ഒരാൾ നിന്നാൽ കാണണം, റോഡിൽ പോകുന്നതെല്ലാം നമ്മൾ കാണണം കേട്ടോ. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുകയാണ്. എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള ആദ്യം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, ആദ്യം എന്ന് തന്നെ വാഹനം കയറി നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. സീറ്റ് ഇവിടെ താഴെ നമുക്ക് സീറ്റ് പൊക്കം നീളവും കൂട്ടും ചെയ്യാം. പൊക്കം നമ്മുടെ പാകത്തിന് സീറ്റാണ്. ഒരു കൈ കൂടെ താഴെ പിടിക്കുക, ഇടത്തെ കൈ താഴെ പിടി, വലത്തെ കൈ സ്റ്റിയറിനെ പിടി. താഴേക്ക് നമ്മൾ സീറ്റ് പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സീറ്റ് കറക്റ്റായി. എന്താ വെച്ചാൽ ഈ കാലിൻ്റെ ആംഗിൾ കറക്റ്റായിരിക്കണം. അതിന് ഉദാഹരണം വെച്ചാൽ നമ്മളതിൻ്റെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ കൈ ഫ്രണ്ടിലേക്ക് നീട്ടുമ്പോൾ ഇവിടെ വയ്ക്കുക. ഇവിടെ കൈ വയ്ക്കുമ്പോൾ റിസ്റ്റ് ഇവിടെ അതിന് പാകത്തിന് കൈ ലെവലിരിക്കാൻ പാകത്തിന് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തോ ഒരു പാകം വേണമെന്നുള്ളത് നോക്കണം. നമ്മളിങ്ങനെ വെക്കുന്നതായിരിക്കണം. എന്നുവെച്ചാൽ ഇങ്ങനെ കയറി വരാൻ പാടില്ല, പുറത്തോട്ട് ഇറങ്ങി പോകാൻ പാടില്ല. ഇതാണ് കറക്റ്റായ അളവ്. നമ്മുടെ റിസ്റ്റ് ഇവിടെ കറക്റ്റായിരിക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ന്യൂട്രാക്കണം. ഗിയർ ന്യൂട്രാക്കി ഇനി വണ്ടി താക്കോല് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ കുറേ ലൈറ്റ് കെടും. തെളിഞ്ഞു അതിനകത്ത് 2 ലൈറ്റ് കെട്ടും. ഇപ്പോൾ വണ്ടി വാമായി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടായി. ഇനി എന്ന് വെച്ചാൽ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടണം. ബ്രേക്ക് കാലിരിക്കണം. ഫസ്റ്റ് ഗിയർ ഇടണം. ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ച് ഫ്രണ്ടിലേക്ക് ഇടുക.
ഇനി പയ്യെ ക്ലച്ച് ഒരു ശകലം മേളിലേക്ക് പൊക്കണം. ക്ലച്ച് ശകലവും പൊക്കണം. ക്ലച്ച് ശകലം മേൽപോട്ട് പൊക്കിക്ക്. ശകലം പൊക്ക്. പൊങ്ങണം. ഈ സമയത്ത് ഹാൻഡ് ബ്രേക്ക് എടുക്കും. ഇനി ആക്സിലേറ്റർ ശകലം കൊടുത്തുകൊണ്ട് ക്ലച്ച് പയ്യെ പൊക്ക്. പയ്യെ ക്ലച്ച് കൊടുത്തുകൊണ്ട് പയ്യെ റോട്ടിൽ നോക്ക്. ഇവിടെ ഒന്നും നോക്കരുത് കേട്ടോ. റോട്ടിലെ നമ്മൾ ദൃഷ്ടി എപ്പോഴും റോട്ടിലായിരിക്കണം. ഇവിടുത്തെ കാര്യങ്ങളാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. നമ്മൾ റോട്ടിൽ കയറി. ഇനി നമ്മൾ ആക്സിലേറ്റർ ഇച്ചിരി കൂടുതൽ കൊടുക്കുക. ആക്സിലേറ്റർ കാലെടുക്കുക. ക്ലച്ച് വിട്ട് സെക്കൻഡ് ഇടുക. നേരെ താഴെ സെക്കൻഡ്. ഓക്കെ. ഇനി കാലെടുത്തോ. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കാവുള്ളൂ കേട്ടോ. എപ്പോഴും ഏത് സമയത്തും ആ ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ക്ലച്ച് ചവിട്ടുക. ഗിയർ മാറുക. ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. അതായിരിക്കണം ചെയ്യണം. ഓക്കെ. അതായത് ക്ലച്ചും ആക്സിലേറ്ററും തമ്മിൽ ത്രാസിൻ്റെ 2 തട്ട് പോലെ ആയിരിക്കണം. ഒരു ത്രാസിൻ്റെ ഒരു തട്ട് പൊങ്ങുമ്പോൾ മറ്റേ തട്ട് താഴും. അതുപോലെ ഒരു കാല് താഴുമ്പോൾ മറ്റേ കാല് പൊങ്ങും. ഇനി നമ്മൾ ഇച്ചിരി ആക്സിലേറ്റർ കൊടുക്കുക. കാലെടുക്കുക. ആക്സിലേറ്റർ കാലത്ത് ക്ലച്ച് വിട്ട് തേർഡ് ഗിയർ ഇടുക. ഇനി ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. അപ്പോൾ വണ്ടിക്കൊരു ജർക്കിങ് ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഹോൺ അടിക്കേണ്ട സ്ഥലത്ത് ഹോൺ അടിക്കണം. ഇൻഡിക്കേറ്റർ സ്ഥലത്ത് ഇൻഡിക്കേറ്റർ ഇടണം. എല്ലാം ശ്രദ്ധിക്കണം. പിന്നെ റോട്ടിൽ കാണുന്ന സിഗ്നൽ ബോർഡുകൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇതേ അവിടെ സിഗ്നൽ ബോർഡ് കാണുന്നുണ്ട് അല്ലേ? എന്താണത്? യു ടേൺ ആണ് എന്നുള്ള സിഗ്നലാണ് കാണിച്ചേക്കുന്നത്. അവിടെ ഒരു വ്യക്തമായൊരു ചരിയ കർവും വളവുണ്ട്. ആ യു ടേൺ എന്ന് പറയുക. ആ യു ടേൺ ആണ്. ആ യു ടേൺ നമ്മൾ കാണാൻ പാസ് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ മുൻകൂറായിട്ട് ആ യു ടേൺ ആണെന്ന് വിചാരിച്ച് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. ഓക്കെ. ഇനിയിപ്പോൾ റോഡിൻ്റെ ഏത് കർവാണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും റോഡിൻ്റെ ഇടതുവശം ചേർത്ത് മാത്രമേ വാഹനം ഓടിക്കാവൂ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ. റോഡിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല. എന്നാൽ റോഡിൽ നിന്ന് അങ്ങേ സൈഡിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ. അത് കഴിഞ്ഞു വളവ് കഴിഞ്ഞു. ഇപ്പോൾ നേരെ പോകണം. ഇതേ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എഴുതി വെച്ചിട്ടല്ലേ? ഇതേ 1 കിലോമീറ്റർ ചെയ്യുന്നത്. പവർ ഹൗസ് 1 കിലോമീറ്റർ. നമ്മളതൊക്കെ നോക്കി റോഡിൽ കാണുന്ന കാഴ്ചകളെല്ലാം കാണണം. കാരണം അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ ആൾക്കാരെ കൊണ്ടോ കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ല എന്ന് പറയേണ്ടി വരും. ഒന്നും പറ്റില്ല. എല്ലാം കാണണം. ഓക്കെ. ഇനി ആക്സിലേറ്റർ കാല് കൊടുക്കുക. ക്ലച്ച് പൊട്ടി ഫോർത്തില് 4ാമത്തെ ഗിയർ ഇട്ടു. ഇനി കാലെടുക്കുക. പോട്ടെ. ആക്സിലേറ്റർ കൊടുത്തോ. വീണ്ടും വണ്ടി വലിക്കില്ല. 7 ഇതൊരു നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പോട്ടെ പോട്ടെ. നല്ല വ്യൂ താഴേക്ക് ഓടിച്ച് വരുന്നേ. അന്നല്ല ആനയെ കാണണേ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ വളരെ ആനയെ പോവാം. നമ്മൾ സൈഡ് ഒതുക്കിയാണ് നിർത്തിയത് ലൈറ്റ് ഇട്ട്. എങ്ങോട്ട് തോന്നിയ പക്ഷേ പുറകില് സ്ഥലമുണ്ട്. റിവേഴ്സ് പോരാടാ. പോരെ പോരെ പോരെ. ഇത് അവിടെ നിന്ന് എടുക്കണേണ്ടോ? ഇറങ്ങിയിട്ട് എടുക്കണേന്ന് വേടി. മാഷേ ഒരു സംശയം ചോദിക്കട്ടെ മാഷേ. നമ്മൾ കയറ്റം കയറുന്ന അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങുന്ന അതേ ഗിയറിൽ തന്നെ തിരിച്ചും കയറി പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ചില പവർഫുൾ ആയിട്ടുള്ള ബ്രേക്ക് സിസ്റ്റം കിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ വലിയ ഇറക്കത്തിൽ നമ്മൾ കയറ്റം കയറുന്ന ഫസ്റ്റ് ഗിയറിലാണെന്ന് ഓടിക്കും. ആ ഇറക്കം നമ്മൾ 3rd 4th പോയ ബ്രേക്ക് കിട്ടിയാൽ കിട്ടൂല. കുത്തിറക്കായിരിക്കും. അപ്പോൾ ഗിയറിന്റെ പിടുത്തം എന്ന് പറയുമ്പോൾ ഒരു ബ്രേക്കാണ്, എഞ്ചിൻ ബ്രേക്കാണ്. പിന്നെ ബ്രേക്കോടും കൂടുമ്പോൾ കിട്ടും. നമ്മൾ നല്ല സ്പീഡിൽ പോണ ഒരു ഫാനിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അത് ആ ഫാൻ നമുക്ക് പിടിച്ചു നിർത്താൻ ഓപ്ഷനില്ലേ? ഒരു ഫുൾ സ്പീഡിൽ നിന്നിട്ട് ഫാൻ വീട്ടിൽ മറ്റേ ഫാൻ ഇട്ടേക്കുക. ആ ഫാൻ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. പറ്റും. എനിക്ക് പറ്റും. അതൊക്കെ എനിക്ക് പറ്റും. ഞാൻ നിർത്തി കാണിച്ചു തരാം. പോണ മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമല്ലോ. നീ ഫാൻ ഫുൾ സ്പീഡിൽ 1 2 3 4 സ്പീഡ് ഉണ്ടല്ലോ. ആ ഫാൻ നീ ഓൺ ചെയ്തിട്ടേക്ക. നീ സ്വിച്ച് ഓഫ് ചെയ്യണ്ട. ഞാൻ ആ ഫാൻ തന്നെ നിർത്തി കാണിച്ചു തരാം. ഒരു തുണി കൂട്ടിയിട്ട് ആ ഫാനിന്റെ അടി കറങ്ങുന്ന ഫാനിലേക്ക് ചേർത്ത് പിടിച്ച് ബലം കൊടുത്ത് അവന്റെ സ്പീഡിനെ കുറച്ച് രാജ്യമായിട്ട് കുറച്ചുകൊണ്ട് ഫാൻ നിന്നു. ആ സിസ്റ്റമാണ് ബ്രേക്ക് കൊടുക്കുന്നത്. നമ്മളതിന്റെ റോളിങ്ങിന്റെ കറക്കി ബ്രേക്ക് കൊടുക്കുന്ന പയ്യെ സ്പീഡിനെ കുറയ്ക്കും. ഒറ്റ ചവിട്ടി കിട്ടിയാൽ ഒന്ന് പൊട്ടിപ്പോ. അപ്പൊ അതുകൊണ്ടാണ് ബ്രേക്ക് സിസ്റ്റം അങ്ങനെ. അടിപൊളി ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. ഓക്കെ. പോട്ടെ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് റോഡിൽ. നീ വിചാരിച്ച് അങ്ങനെ പോകാൻ പാടില്ല. നമ്മുടെ സൈഡ് മാത്രമേ പോകാം. കാരണം ഇഷ്ടംപോലെ സ്ഥലം റോഡിലുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ള ആ വണ്ടികൾക്ക് അങ്ങോട്ട് പോകാനുള്ള സ്ഥലമാണ്. നമുക്ക് പോകാനുള്ള സ്ഥലം നമ്മുടെ ലെഫ്റ്റ് സൈഡാണ്. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകണം. ഇപ്പോൾ ഈ എഡ്ജ് കിട്ടാനൊരു പണിയുണ്ട്. ഇവിടെ നോക്കി കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഈ എഡ്ജ് വണ്ടി തീർച്ചയായിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഏകദേശം അതുകൊണ്ട് ഈ സൈഡായിരിക്കും നമുക്ക് ആ എഡ്ജ് ലൈൻ കാണുന്നത്. അനുസരിച്ച് പോയത് ഇല്ലാത്ത വഴിയാണെങ്കിൽ നമ്മൾ പുല്ല് കാണുമെന്ന് നോക്കണം. സൈഡിൽ പുല്ല് കാണുമല്ലോ. ആ
പുല്ല് നോക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയാൽ വണ്ടിയുടെ ബോണ്ട് തുറക്കാൻ നേരത്ത് ഞങ്ങൾ ഇവിടെ സാധനം ഞെക്കണം. പൊക്കി കഴിഞ്ഞ ശേഷം ഈ ലിവർ എടുത്ത് ഇങ്ങനെ ഇവിടെ കുത്തിക്കണം. അങ്ങനെയാണ് പണി. ഇത് വാഹനത്തിൻ്റെ ഇത് എൻജിനാണ് ഈ ഭാഗം. ഇതിനകത്തേക്ക് ഇത് ബാറ്ററി, എൻജിൻ, ഇതെന്താണ് റേഡിയേറ്റർ. ഇത് പെട്രോളിൽ നമ്മൾ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്നത്, നമുക്ക് ആവശ്യമായ ബ്രേക്കിൽ കിട്ടുന്ന ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇതിനാണ് എൻജിൻ ഓയിൽ ഒഴിക്കുന്നത്. ഇതിനകത്താണ് വാട്ടറിലേക്കുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വൈപ്പർ മോട്ടറാണ്. ഇതാണ് ഗിയർ ബോക്സ്, താഴെ ഗിയർ ബോക്സ്. ഇത് ഡൈനാമോ, ഇത് സ്റ്റാർട്ടർ മോട്ടർ, ഇത് താഴെ ഇരുന്ന് സ്റ്റാർട്ടർ മോട്ടർ. ഇത്രയും സാധനം പ്രധാനപ്പെട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നു. ബാറ്ററിയിലെ ചാർജ് എടുത്താണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ബാറ്ററിക്ക് ചാർജ് എടുത്ത് പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ചാർജ് തീർന്നു. അപ്പോൾ ചാർജ് വീണ്ടും കയറണം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ബാറ്ററി അഴിച്ചുകൊണ്ട് പോകണം. അപ്പോൾ നമ്മൾ ഡൈനാമോയിൽ ഇരുന്ന് ചാർജ് വാഹനം ഓടുമ്പോൾ ചാർജ് സേർവ് ആകും. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, കയറി ചാർജ് ഫില്ലാവുന്നതനുസരിച്ച് നമ്മൾ ബാറ്ററി ചാർജ് ചിലപ്പോൾ അടിക്കുമ്പോൾ കുറഞ്ഞു പോകും. വീണ്ടും ഇതിനെ റൊട്ടേഷൻ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാർജ് കയറി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് എഞ്ചിനകത്ത് ഓയിലുണ്ടോ എന്ന് നോക്കണം. ഓയിൽ നോക്കുന്നത് ഇതിനാണ്, ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എന്ന് പറയും. ഈ സാധനം ഇങ്ങനെ വലിച്ച് ഊരിയെടുക്കുക. ഊരിയെടുത്ത് ഇങ്ങനെ നോക്കണം. ഊരി കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം ഇത് നമ്മൾ വൈപ്പ് ചെയ്ത് കളയണം, തുടച്ച് കളയണം. ഇങ്ങനെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന ഓയിലിനെ തുടച്ച് ശരിക്കും വൈപ്പ് ചെയ്ത് ക്ലീനാക്കി വെക്കണം. ഇതിനകത്ത് 2 ലൈൻ കാണുന്നുണ്ട്. ഒരു കുത്തുണ്ടോ, രണ്ടാമത്തെ ഒരു ലൈൻ കാണുന്നുണ്ട് അല്ലേ, സ്പോട്ട് കാണുന്നില്ലേ? ഒന്നാമത്തെ സ്പോട്ടിന് മുകളിലും 2ാം സ്പോട്ട് മാത്രം താഴെ വേണം ഓയിൽ നിൽക്കണം. ഈ ഓയിൽ എന്നിട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കണം. ഇട്ട് നോക്കുക, വീണ്ടും എടുക്കുക. എടുത്ത് കഴിയുമ്പോൾ അതേ ഓയിൽ അതിൻ്റെ സെൻട്രലായിട്ടാണ് ഓയിൽ നിൽക്കുന്നത്. ഈ ഓയിൽ ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല വാഹനം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത് നോക്കേണ്ട കാര്യം വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. അതിൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നോക്കാനായിട്ട് നമ്മൾ റേഡിയേറ്ററിൻ്റെ റിസർവർ ടാങ്ക് ആയി ഇതിനകത്ത് ഇവിടെ ഒരു അടയാളം കൊടുക്കുന്നത്, ചുവന്ന ലൈൻ കണ്ടോ, ഇതിനൊപ്പം വെള്ളം നിൽക്കുന്നുണ്ടോ, ഇത്രയും വെള്ളം വേണം. പിന്നെ താഴേക്ക് പോയാലും ഇത് നമ്മൾ ടോപ്പപ്പ് ചെയ്യണം. വെള്ളം ഒഴിച്ച് ടോപ്പപ്പ് ചെയ്യും. ഇതിനകത്ത് ഒഴിക്കുന്നതാണ് കൂളൻ്റ് അല്ലെങ്കിൽ വാട്ടർ ഒഴിക്കുന്നത്. ആ ഒരു കൂളൻ്റാണ് സാധനം ഒഴിക്കുന്നത്. നല്ലതാണ് കൂളൻ്റ്, കാരണം വാഹനത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി കൂളൻ്റാണ് ഒഴിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒഴിക്കുന്ന എഞ്ചിൻ ഓയിൽ ഒഴിക്കണം. എഞ്ചിൻ ഓയിൽ ഇതിനകത്ത് മേടിക്കുമ്പോൾ ബോട്ടിലിനകത്ത് SA40 എന്ന് എഴുതിയിട്ടുണ്ടാവും. എഞ്ചിൻ ഓയിൽ എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് SA40 എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സാണ് എൻ്റെ ഫുൾ നെയിം. ആ ഓയിൽ മേടിച്ച് ഒഴിക്കണം. അത് കാസ്ട്രോളിൻ്റെ കമ്പനികളുണ്ട്, അത് വീടുകളുണ്ട്, അങ്ങനെ വ്യത്യസ്ത കമ്പനി ഉപയോഗിക്കുന്നു. നല്ല കമ്പനിയുടെ മാത്രം മേടിച്ച് ഉപയോഗിക്കുക. സിസ്റ്റം ഉണ്ട്. ഫസ്റ്റിലെ തന്നെ നമ്മൾ ഒരു വാഹനം വണ്ടിയുടെ കിടക്കുവാണ്. ഈ വാഹനത്തിലേക്ക് കയറുന്നതിന് ഒരു നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യമേ വണ്ടി ഫ്രണ്ടിൽ നിന്ന് വരിക. ആ വീല് ടയർ കാലുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കാറ്റുണ്ടോ എന്ന് നോക്കുക. കാറ്റുണ്ടോ എന്ന് നോക്കുക. വാഹനത്തിന് ചുറ്റും നോക്കുക. താഴെ വന്നിട്ട് എന്തെങ്കിലും അടിയിൽ കിടപ്പുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കാം. ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും വാഹനത്തിൽ കിടപ്പ് നോക്കിയിട്ട് വേണം വന്നിട്ട് ഡോറ് തുറന്ന് വണ്ടിക്കകത്ത് കയറണം. കാരണം വണ്ടി നിർത്തിയിട്ട് പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടി കിടന്നാൽ അത് കാരണമായി തീരും. അതുകൊണ്ട് ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് പുറത്തണം. സീറ്റ് ബെൽറ്റ് ഇടുക. ഇനിയുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഡോർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കൽ പോലും വലത്ത് കൈ കൊണ്ട് ഡോർ ഇങ്ങനെ തുറക്കരുത്. കാരണം ബാക്കിൽ നിന്ന് വരുന്ന കാര്യം അറിയത്തില്ല. അതുകൊണ്ട് ഡോർ അടച്ചിട്ടാണ് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ഡോർ തുറക്കുകയും ഡോറെ പിടിക്കുകയും ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തല ഇങ്ങോട്ട് തിരിയുമ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നതുകൊണ്ട് അറിയാൻ പറ്റും. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അപ്പോൾ എപ്പോഴും ഇടത്തെ കൈ കൊണ്ട് ഡോർ തുറന്നിട്ട് നോക്കുക. അല്ലാണ്ട് വെറുതെ തുറന്നിങ്ങനെ വിടരുത് കേട്ടോ. ഇനിയെങ്കിലും ഇടത്തെ കൈ കൊണ്ട് റൈറ്റ് സൈഡിലെ ഡോറും ഇടത്ത് വശത്തിരിക്കുന്ന ആളാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് ഡോറും തുറക്കണം. അപ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക് തല ഇങ്ങോട്ട് തിരിയും അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി വരുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റും. വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ നേരത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടു. സേഫ്റ്റി ആയിട്ട് എടുക്കാൻ നേരത്ത് നമ്മൾ ആദ്യമേ തന്നെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ന്യൂട്രാക്കുന്നു. നമ്മൾ വണ്ടി താക്കോല് ഇടുന്നു, 2 ലൈറ്റ് ഒക്കെ ഇടുന്നു. കാരണം ഇതിൻ്റെ ക്ലിയറായി വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇടുന്നു, ക്ലച്ച് ശകലം പൊക്കുന്നു, ഇത് താത്തുന്നു. ഇനി റൈറ്റ് സൈഡിൽ മിറർ നമ്മൾ കറക്റ്റാണ് നോക്കുന്നു. ഗിയർ മിറർ കറക്റ്റാണ് നോക്കുന്നു. ഇൻഡിക്കേറ്റർ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രമേ വാഹനം കാര്യം ശ്രദ്ധിക്കണം കേട്ടോ.
ക്ലിക്ക് ചെയ്ത് വിടാം. മതി മതി. ആ കയറിക്കോ. കയറിക്കോ. ആ മതി മതി. കയറിക്കോ കയറിക്കോ. ഒരേപോലെ കയറി. കറക്റ്റ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നവർ ഒരേപോലെ ഒരേ ഈ പട്ടാളക്കാരൊക്കെ ചെയ്യണ പോലെ. അതെ, ഇതിപ്പോ മാഷിനെ അവൻ ഇടിപ്പിക്കുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇടിയോ. ഓക്കെ സെറ്റ്. ഗിയർ ചേഞ്ച്. ഇതിപ്പോ നമുക്ക് ആവശ്യമുണ്ടല്ലോ, പക്ഷെ ഇത് പ്രശ്നമില്ല. അല്ല ഇതിപ്പോ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. താഴെ പിടിക്കുന്ന കാര്യമാണോ ഇത്? നമ്മളെല്ലാം കണ്ടാ കാര്യം ചെയ്യുന്നത്. നമുക്കൊന്നും കുഴപ്പമില്ല. പിന്നെ അങ്ങനെയല്ല. അപ്പൊ ചില ആളുകളൊക്കെ 40 മേളിലുള്ളവരുടെ കൈ പിടിക്കാതിരുന്നാ മതി. ലോട്ടിയായിരുന്നല്ലേ. കയറിപ്പോട്ടെ.